ശരിയായി ദൈവത്തിന്റെ കണ്ണിൽ പെട്ടവരാണോ എന്നൊരു ബോധ്യം ഉണ്ടാവുക. നമ്മൾ നോക്കുമ്പോൾ ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വിഷയം ഉണ്ടാവുക. ഈ സ്ത്രീക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. രണ്ട്, കൂനൻ എന്ന് പറയുന്നത് ഇവിടെ വൈദ്യന്മാരൊക്കെ ഉള്ളവരാണല്ല, ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ചില ശരീരത്തിന്റെ ഘടനകളിലും തേയ്മാനങ്ങളിലും രോഗാവസ്ഥകളിലും ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് കൂനനുള്ളത്. ചിലർ പറയും മോഹൻലാൽ ചരിഞ്ഞാണ് പറയുന്നത്. ആരെങ്കിലും ചരിഞ്ഞു വരുന്നവരെ എനിക്ക് വിളിച്ചത് ചരിവുണ്ടെന്നാണ് പറയുന്നത്. എന്തോ ചരിവാനിക്കറിയുന്നത് ചരിഞ്ഞു വരുമ്പോൾ ഞാനേട്ടം വരുന്ന പോലെയാണല്ലോ വരുന്നതെന്ന് പറയും. ഓരോ മനുഷ്യന്റെ ശരീരത്തിന് അതിൻ്റെതായ ഘടനാ വ്യത്യാസങ്ങളും അതിൻ്റെതായ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാകും. കൂനെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചില്ല, കുറെ കാലങ്ങൾ എടുത്തുകൊണ്ട് സംഭവിച്ച ഒരു രോഗത്തിന്റെ പ്രതിഭാസമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ നാം ഇങ്ങനെ കൂലി പിടിച്ചവരാണ്. ഇന്ന് പശ്ചാത്തപിക്കാം, നാളെ പശ്ചാത്തപിക്കാം, ഇന്ന് പ്രവർത്തിക്കാം, നാളെ പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കി 18 സംവത്സരമായപ്പോൾ ഈ കൂലിയ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 100 വർഷമായാൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും യാതൊരു സ്വാതന്ത്ര്യവും പശ്ചാത്തലബോധത്തിന്റെയും ആത്മീയ അനുതാപത്തിന്റെയും നല്ല ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ ഓർമ്മപ്പെടുത്തലാണ് ഈ നോമ്പ്. 3, കൂലി പിടിച്ചവരാരും നമ്മുടെ പള്ളിയിലൊന്നും അധികം ഇല്ലെന്ന് തോന്നുന്നു. കൂലി പിടിച്ചവരൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവര് കാണുന്ന കാഴ്ചപ്പാട് വളരെ ചെറിയ സറൗണ്ടിങ്സ് മാത്രമേ അവർക്ക് എപ്പോഴും കാണാൻ പറ്റൂ. നിവർന്നു നിൽക്കുന്നവരുടെ കാഴ്ച വിദൂരമാണ്, അനന്തമാണ്, ഒരുപാട് കാഴ്ചകളാണ്. കൂനെപ്പോഴും ഒരു ചെറിയ പരിസരം മാത്രമേ കാണാൻ കഴിയൂ. ഇതൊരു മാനസികാവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന കാഴ്ച നമ്മുടെ വിട്ടാപട്ടം മാത്രമാണ്. എന്നാൽ ദൈവം നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാഴ്ചകൾ വിദൂരതയിലേക്ക് പോകണം. നമ്മുടെ കാഴ്ചകൾ വിദൂരതയിലേക്ക് പോകുന്നതിന്റെ അടയാളമായിട്ടാണ് നാം ഇന്ന് നമ്മളെടുക്കുന്ന ദശാംശ സ്തോത്ര കാഴ്ച ഉൾപ്പെടെ നാം ചെയ്യുന്ന പുണ്യപ്രവൃത്തിയാണ്. കാഴ്ചകൾക്ക് വലിപ്പമുണ്ടായി മാത്രമേ കാഴ്ചപ്പാടുണ്ടാവൂ. നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. വിശന്നിരിക്കുന്നവന്റെ മുന്നിൽ പോയി കർത്താവ് 5000 കൊടുത്തെന്ന് പറയുന്നതിനേക്കാൾ അവരൊരു കഷ്ണം പഴം കൊടുക്കുന്നതാണ് നിന്റെ ജീവിതത്തിന്റെ നല്ല കാഴ്ച. വസ്ത്രമില്ലാത്തവരുടെ മുമ്പാകെ പോകുന്ന ഓടിയുള്ള വസ്ത്രങ്ങൾ പ്രസംഗിക്കുന്നതിനേക്കാൾ അവന് ഒരു ജോഡി വസ്ത്രം എടുത്തു കൊടുക്കുന്നതാണ് നല്ല കാഴ്ച. ഒരു നേരത്തെ ജീവിത സംസ്കാരത്തിന് സാമ്പത്തികമില്ലാത്തവരുടെ മുമ്പാകെ കോടികളുടെ ലക്ഷങ്ങൾ കണക്ക് പറഞ്ഞതിനേക്കാൾ ജീവസംസ്കാരത്തിന് നീ ഒപ്പം നിൽക്കുമ്പോഴാണ് നല്ല കാഴ്ച. പലപ്പോഴും നമ്മളെ വൈലോട്ടുകാരെ പറ്റിയല്ല പറയുന്നത്. നമ്മുടെ കാഴ്ചയിൽ ഇങ്ങനെ പരിമിതപ്പെടുത്തിയിരിക്കും. എന്നാൽ വിദൂരമായ കാഴ്ചകളിലേക്ക് കാഴ്ചകൾ വിദൂരമായ കാഴ്ചകൾ കാണുവാൻ നമ്മുടെ കാഴ്ചകളിൽ അനന്ത സാധ്യതയായി ഒരുപാട് പേര് ഒപ്പം നിർത്താമെന്നുള്ള നല്ല കാഴ്ചപ്പാടിലേക്ക് നാം വളരണം. 4, കർത്താവ് ഈ സൗഖ്യം കൊടുത്തപ്പോൾ പരീക്ഷന്മാർ ചോദിക്കുന്നുണ്ട്, ശാബത്തിലാണല്ലോ ഈ പണി ചെയ്തത്? കർത്താവ് ചോദിച്ചു, ശാബത്താണെന്ന് പറഞ്ഞ് നീ നിന്റെ കാളയ്ക്കും കഴുതയ്ക്കും
പരീക്ഷന്മാർ കൃത്യമായി ജീവിച്ചിരുന്നെങ്കിൽ ഇത് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരും പരീക്ഷന്റെ മനസ്സുള്ളവരാണ്. കാരണം അവര് പുലർച്ചയോ അവര് നന്മ ചെയ്യുമ്പോ അതിനെ കൃത്യമായി വിമർശിക്കുക, വിമർശനത്തിന്റെ ഭൂരിപൂരം എഴുതി വെച്ചിരിക്കുന്ന മനസാക്ഷികളാണ് മനുഷ്യന്റെ. മനസ്സിലാകുന്നു പ്രിയപ്പെട്ടവരെ? പരീക്ഷ മനസ്സുകൊണ്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പരീക്ഷന്റെ ബുദ്ധിമുട്ട്, പരീക്ഷന്റെ പ്രവൃത്തിയുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എവിടെയെങ്കിലും നിങ്ങൾ പരീക്ഷന്റെ മനസ്സുണ്ടെങ്കിൽ അത് തിരുത്താൻ കർത്താവിനൊപ്പം നടക്കുന്ന ശ്രദ്ധിക്കപ്പെടാത്ത ഭൂമിയെ പോലെ നല്ല നേർക്കാഴ്ചകൾ കാണുവാൻ ഇടയാവട്ടെ.